കോർപ്പറേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല. നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആവണമെങ്കിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ ആവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇപ്പോൾ ഇതേ മാർഗമുള്ളൂ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പരിതസ്ഥിതി എന്താണ് എന്നുള്ളത്. ഞങ്ങൾ എല്ലാവരും തന്നെ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, നോട്ട് കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങളാരും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ മുതിർന്ന കുട്ടികളല്ലേ, നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് കാണും, പഠിക്കുകയും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ കുറച്ചും കൂടിയും ലൈവ്ലി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തോന്നുക ചെയ്യണുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ യൂണിവേഴ്സിറ്റി സമയത്ത് പരീക്ഷ നടത്തും എന്ന് അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാവും. മറ്റാരെയും നമ്മളതിന് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊരു അഡ്വൈസ് ഒന്നുമല്ല, അഡ്വൈസ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല, ഞാൻ അതിനോട്ട് മുതിരുന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ കുട്ടികളെ എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സെക്ഷൻ 13 ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ടു ദി അമെൻമെന്റ് എന്നാണ്. അമെൻമെന്റ് നിയമപ്രാബല്യത്തിൽ വരിക എന്നാണ് പറഞ്ഞ പ്രൊവിഷൻ ഇതാണ്. ഒന്നുകിൽ ഒരു സ്പെസിഫിക് ഡേറ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന അമെൻമെന്റ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് മുതൽ മാത്രമേ നിയമപ്രാബല്യം അമെൻമെന്റിന് ഉണ്ടാവുള്ളൂ. അതല്ല പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അമെൻമെന്റിനുള്ള അപ്രൂവൽ ഏത് ഡേറ്റിനാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതലായിരിക്കും ഈ പറയുന്ന അമെൻമെന്റിന് നിയമപ്രാബല്യം ഉള്ളത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് and the division of a cooperative society as well as amalgamation of a cooperative society according to section 14 and rule 13 and 14 of the cooperative societies act. ഞാൻ പറഞ്ഞു സെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതേസമയത്ത് റൂൾ എന്ന് പറയുന്നത് എല്ലാറ്റിനും കണക്ട് ചെയ്യുന്ന റൂളില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നോളണമെന്നുമില്ല. അപ്പൊ 13 വരെയുള്ള സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പറയാൻ പോകുന്നത് 14ാമത്തെ സെക്ഷൻ ആൻഡ് റൂൾ 13 and 14 transfer of assets and liabilities and division of cooperative society as well as amalgamation of cooperative societies. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റും അതേപോലെ തന്നെ ലയബിലിറ്റീസും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏറ്റെടുക്കാം. ഏത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അത് ഏറ്റെടുക്കുന്നത് എങ്കിൽ അതിന് ട്രാൻസ്ഫറി സൊസൈറ്റി എന്ന് പറയും. ആരാണത് മാറ്റുന്നത് എങ്കിൽ ആ സൊസൈറ്റിയെ നമ്മൾ ട്രാൻസ്ഫറർ സൊസൈറ്റി എന്ന് പറയും. അപ്പൊ ട്രാൻസ്ഫറർ സൊസൈറ്റിയും അതേപോലെ തന്നെ ട്രാൻസ്ഫറി സൊസൈറ്റിയും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ആസ്തി ബാധ്യതകളെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള എഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസ്ഫറി സൊസൈറ്റിക്ക് വേറൊരു ട്രാൻസ്ഫറർ സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഏറ്റെടുക്കാം. അപ്പൊ അതിന് എന്ത് പ്രൊവിഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പോർഷൻ. ഇനി അടുത്ത പോർഷൻ പറയുന്നത് ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻടു 2 or more കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു വലിയ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ആൻഡ് ഫൈനലി അമാൽഗമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നിങ്ങൾ കമ്പനിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ജോയിനിങ് ടുഗദർ 2 or more കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് എ ന്യൂ society is
ഫോംഡ്. 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരുമിച്ച് ചേർന്നിട്ട് വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതാണ് അമാൽഗമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ ഈ വക കാര്യങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടുന്നത് എന്നാണ് നമ്മൾ ഇനിയിപ്പോ ഇവിടെ പറയാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, by creating an agreement between the transferor society and the transferee society, there should be a scheme for undertaking the assets and liabilities of one cooperative society into another cooperative society, and after preparing the scheme, a special general body meeting should be convened, and the 2/3 majority of the members present and voting will have to provide their consent for transferring the assets and liabilities of one cooperative society into another cooperative society. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഏകദേശം ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഡിവിഷൻ, അമാൽഗമേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കും സെക്ഷൻ 14 പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റി ആണ് വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ രണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും തമ്മിൽ മ്യൂച്വൽ ആയിട്ട് എഗ്രി ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഈ ട്രാൻസ്ഫറി സൊസൈറ്റി പുതുതായിട്ട് ബൈലോ പ്രിപ്പയർ ചെയ്യണം. കാരണം വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റി ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നതും ഈ ട്രാൻസ്ഫറി സൊസൈറ്റിയുടെ മെമ്പേഴ്സോ, അല്ലാതെ മെമ്പേഴ്സ് ഒന്നും വേണ്ട, അസറ്റ് ലയബിലിറ്റി മാത്രം മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മെമ്പർഷിപ്പില്, അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ സ്ട്രക്ചറില്, വർക്കിംഗ് കണ്ടീഷനിലൊക്കെ വ്യത്യാസം വരാവുന്നത് കൊണ്ട് നിർബന്ധമായിട്ടും ട്രാൻസ്ഫറി സൊസൈറ്റി ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈലോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് thereafter they will have to convene a special general body meeting of the members, and 2/3 majority of the members present and voting will have to provide their consent for transferring the assets and liabilities to another cooperative society. ഏത് സൊസൈറ്റിയാണോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സൊസൈറ്റിയാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റിയും ബി എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് കൊടുത്തിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ കൂടുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി ഈ അസറ്റ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിക്കുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് thereafter they can provide a report to the registrar of cooperative society regarding the scheme of taking off the assets and liabilities of the cooperative society by another society. ജനറൽ ബോഡി മീറ്റിംഗ് കൂടി അതിൽ വന്നിട്ടുള്ള 2/3 മെജോറിറ്റി അസറ്റ് ലയബിലിറ്റീസും വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലയിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുള്ള പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറർ സൊസൈറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എഴുതിയുണ്ടാക്കി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അത് സംബന്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് കെയർഫുൾ ആയിട്ട് പരിശോധിക്കും. ഈ പറഞ്ഞിട്ടുള്ള സ്കീം ട്രാൻസ്ഫറി സൊസൈറ്റി അറിഞ്ഞിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അവർക്കത് സ്വീകാര്യമാണെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റിയും വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലയിപ്പിക്കാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്കീം ഏതെങ്കിലും മെമ്പർമാർക്കോ ക്രെഡിറ്റർമാർക്കോ സ്വീകാര്യമല്ലെങ്കിൽ അവർക്ക് എന്നാണ് ട്രാൻസ്ഫറർ സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റിയും ട്രാൻസ്ഫറി സൊസൈറ്റി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് കിട്ടുന്നത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 2 മാസത്തിനുള്ളിൽ അവർക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അവസാനിപ്പിക്കാം. അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫറർ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ഫറി സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ്. ഇനി അടുത്ത പ്രൊവിഷൻ പറയുന്ന ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് മാറ്റാം. അത് ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തില്
മെമ്പേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതിനനുസരിച്ച് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിലുമാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ബൈലോ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇപ്പൊ 150 അംഗങ്ങൾ 1500 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 3 ചെറിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാക്കുകയാണെങ്കിൽ മിക്കവാറും കേസുകളിൽ 500 വീതമുള്ള മെമ്പർമാരുള്ള 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. ഇനി അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾ കൂടുതലും വേറൊന്നിൽ കുറവും ഒക്കെ വരാം. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ ആദ്യം അവരതിന്റെ സ്കീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പ്രത്യേകമായിട്ടുള്ള ബൈലോ പ്രിപ്പയർ ചെയ്യണം. അംഗങ്ങളെ എങ്ങനെ ഡിവൈഡ് ചെയ്തു, അസറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്തു, ലയബിലിറ്റി എങ്ങനെ ഡിവൈഡ് ചെയ്തു, അത് സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള സ്കീം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. 2/3 മെജോറിറ്റി മെമ്പേഴ്സ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു ഡയറക്ടർ ബോർഡാണ് ഉണ്ടാവുക. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വരാൻ പോകുന്നത് 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ 3 ബൈലോ വേണം, 3 ഡയറക്ടർ ബോർഡ് വേണം. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ടർ ബോർഡിലെ മെമ്പേഴ്സിനെ 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെയും ഡയറക്ടർ ബോർഡിൽ വരത്തക്ക വിധത്തിലായിരിക്കണം മെമ്പേഴ്സിനെ അലോട്ട് ചെയ്യേണ്ടുന്നത്. അവരെ ചേർത്തിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് അഡ് ഹോക് കമ്മിറ്റി. താൽക്കാലികമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കമ്മിറ്റിയാണ് ad hoc committee, and thereafter the registrar of cooperative society will modify the committee of each and every cooperative society for a maximum period of 6 months. അത് 3 ചെറിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ പിന്നെ ഫ്രഷ് ആയിട്ട് ഇലക്ഷൻ നടത്തി പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ താൽക്കാലികമായിട്ട് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി മെമ്പേഴ്സിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സും പിന്നെ അതിന് പുറമെ ആവശ്യത്തിനുള്ള മറ്റംഗങ്ങളെയും കൂടി ചേർത്തിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 2 or 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആക്കുകയാണെങ്കിൽ ഏത് സ്കീമിന്റെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഡിവൈഡ് ചെയ്യുന്നത്, അസറ്റ് ലയബിലിറ്റീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ കൂടുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡയറക്ടർ ബോർഡ് മുൻപ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ സ്കീം അവതരിപ്പിക്കണം. അത് വന്നിട്ടുള്ള ആളുകളുടെ മെജോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിന് ശേഷമാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫോം വേണം. ഇന്ന പേരിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഡേറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇന്ന പ്രയാസങ്ങൾ കാരണം ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം വേണം. അതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണത് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ സ്കീം ഓഫ് ഓപ്പറേഷൻ കൃത്യമായിട്ട് കാണിക്കുന്നതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവണം. 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബൈലോയുടെ 3 കോപ്പികൾ വീതം നിർബന്ധമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. മെമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് മെമ്പർമാർ വരുന്നത് എങ്കിൽ ആ മെമ്പേഴ്സും അവരുടെ മെമ്പർ ഷെയർ ക്യാപിറ്റൽ എത്രയാണെങ്കിൽ അതും മെമ്പർ നമ്പറും കാണിക്കുന്നതായിട്ടുള്ള 2 കോപ്പി പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റി എങ്ങനെയാണ് ട്രാൻസ്ഫർ ഈ സൊസൈറ്റി ഏറ്റെടുത്തത് എങ്കിൽ അതിന്റെ സ്കീം ഓഫ് ഓപ്പറേഷൻ കൃത്യമായിട്ട് കാണിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ ഫോമും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളും വേറെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബൈലോയും അതിന്റെ കണ്ടന്റ്സും ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ള ഒരു നെസസിറ്റിയും ഒക്കെ കൂടി പരിശോധിച്ചതിന് ശേഷം അംഗീകരിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന ഡിവിഷനെ അംഗീകരിക്കും. അംഗീകരിച്ച
വിവരം മെമ്പേഴ്സിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ സംഘത്തിലും വരുന്നതായിട്ടുള്ള മെമ്പേഴ്സിന് പ്രത്യേകമായിട്ട് ലെറ്റർ അയക്കണം. അവർക്ക് ഈ പറയുന്ന സ്കീം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപ്പോസൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രപ്പോസല് സ്വീകാര്യമല്ല എങ്കിൽ 2 മാസത്തിനുള്ളിൽ അവർക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അവസാനിപ്പിക്കാം. ഇനി അവര് 2 മാസത്തിനുള്ളിൽ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പ്രപ്പോസലിനെ അവർ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും. അപ്പൊ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്കീം അനുസരിച്ച് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില് മെമ്പർമാരായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർമാരായിട്ട് അവര് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി അടുത്ത പറയുന്നത് അമാൽഗമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വലിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നു. അപ്പൊ പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ കുറെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് മുഴുവൻ അമാൽഗമേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബാധകമാണ്. അപ്പൊ ഏതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് അമാൽഗമേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ആ കൂടുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നൊരു സ്കീമിന്റെ അടിസ്ഥാനത്തിൽ പുതുതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർ ലയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റെസൊല്യൂഷൻ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അത് മീറ്റിംഗിന് വന്നിട്ടുള്ള 2/3 മെജോറിറ്റി മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഏത് കേസിലാണെങ്കിലും മെമ്പർമാരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഏത് കേസാണ് രജിസ്ട്രാറുടെ മുന്നിൽ വരുന്നത് എങ്കിൽ ആ കേസ് കൃത്യമായിട്ട് പഠിക്കുന്നതിന് അത് കൃത്യമായിട്ട് സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ലയിക്കുന്നത് എങ്കിൽ നേരത്തെ 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവര് അത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബൈലോ ഏത് സ്കീം അനുസരിച്ച് അവർ ലയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സ്കീം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബൈലോയുടെ 3 കോപ്പിയും പിന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോം 3യിലുള്ള സ്പെസിഫൈഡ് മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫോമും എല്ലാം കൂടി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്ന വിവരങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രപ്പോസലിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും നേരത്തെ പറഞ്ഞ പോലെ അമാൽഗമേഷൻ ആവുമ്പോൾ നോട്ടീസ് അയക്കണം. മെമ്പർമാർക്ക് 2 മാസത്തിനുള്ളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതുതായിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലയിച്ചത് സ്വീകാര്യമല്ലെങ്കിൽ അവർക്ക് പഴയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുണ്ടായിരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവസാനിപ്പിക്കാം. അതല്ല അവർ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രപ്പോസലിനെ അവർ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും. അപ്പൊ പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ട് അല്ലെങ്കിൽ പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്രെഡിറ്റേഴ്സ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാം. അതാണ് പ്രൊവിഷൻ റിഗാർഡിംഗ് ദ അമാൽഗമേഷൻ, division and transfer of assets and liabilities of a cooperative society according to section 14, rule 13 and 14 of the Cooperative Societies Act. ഇനി നെക്സ്റ്റ് പറയാൻ പോണ സെക്ഷൻ 14 subsection 8 and 9 ബ്രാക്കറ്റിൽ എഴുതിയത് അങ്ങനെയാണ് വായിക്കുക. subsection 8 and 9 and rule 14 compulsory amalgamation of cooperative societies. compulsory amalgamation മാത്രമല്ല ചിലപ്പോൾ ഡിവിഷനും ആവാം. അപ്പൊ compulsory amalgamation and division of cooperative societies according to section 14 subsection 8 and 9 and rule 14 of the Cooperative Societies Act. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് മെമ്പർമാര് യുനാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ചേർന്നിട്ട് പുതിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്രത്യേകമുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് ഫംഗ്ഷൻ ചെയ്യാം. രണ്ടാണെങ്കിലും ഇറ്റ് ഈസ് undertaken with the permission of the special general body meeting convened by the concerned cooperative societies.
But in case of compulsory amalgamation and division of cooperative societies, it is the decision taken by the registrar of cooperative society only after consulting with the financing bank and the circle cooperative union or state cooperative union of the concerned area. Registrar of cooperative society ഫിനാൻസിംഗ് ബാങ്കിനോടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും കൂടി ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനപ്രകാരം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 2 or 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാക്കുകയോ അല്ലെങ്കിൽ 2 or 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ചേർന്നിട്ട് ഒരു പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുകയോ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ജനറൽ ബോഡി, ബട്ട് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷൻ ആൻഡ് ഡിസിഷൻ ടേക്കൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻഡിപെൻഡന്റ് യൂണിറ്റുകളായിട്ട് നിൽക്കുന്നതിനേക്കാൾ 2-3 ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു തോന്നാം. ചില ലാർജ് സ്കെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അങ്ങനെ റൺ ചെയ്യാനായിട്ട് പ്രയാസമാകുമ്പോൾ അതിനെ ചെറിയ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് ഈസി ആണെന്ന് തോന്നുമ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒന്നുകിൽ അമാൽഗമേറ്റ് ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് തീരുമാനിക്കാം, അതല്ല എങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. പക്ഷെ സ്വമേധയാ തീരുമാനിക്കാൻ പറ്റില്ല. തീരുമാനിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിംഗ് ബാങ്കിനോടും കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ സമ്മതം കൂടി കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ദി രജിസ്ട്രാർ വിൽ സെൻഡ് എ നോട്ടീസ് ഇൻ ദി ഫോം ഓഫ് ആൻ ഓർഡർ to the concerned cooperative society or societies stating that the concerned changes in the working of the cooperative society should be undertaken within 60 days from the date on which the order is issued by the registrar of cooperative society. രജിസ്ട്രാർ ഫിനാൻസിംഗ് ബാങ്കിനോടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും കൺസൾട്ട് ചെയ്തതിന് ശേഷം അമാൽഗമേറ്റ് ചെയ്യാനായിട്ടോ ഡിവൈഡ് ചെയ്യാനായിട്ടോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ഒരു ഓർഡറിന്റെ രൂപത്തിലാക്കിയിട്ട് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സൊസൈറ്റികൾക്കോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇത്ര സമയം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി സ്പെസിഫിക് ആയിട്ട് സമയം പറഞ്ഞിട്ടില്ലെങ്കിൽ ആക്ടിലും റൂളിലും പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് എന്നാണോ രജിസ്ട്രാറുടെ ഓർഡർ കിട്ടിയിട്ടുള്ളത് ആ ഡേറ്റ് മുതൽ 2 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ തന്നിട്ടുള്ള ഓർഡറിൽ എന്ത് ചെയ്യാനാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. അമാൽഗമേറ്റ് ചെയ്യാനാണെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യണം, അതല്ല ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. രജിസ്ട്രാർ പറഞ്ഞിട്ടുള്ള സ്കീമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അമാൽഗമേറ്റ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും. പക്ഷെ അത് 60 ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എത്ര സമയമാണോ രജിസ്ട്രാർ കൊടുത്തിട്ടുള്ളത് ആ സമയത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ രജിസ്ട്രാറുടെ ഓർഡറിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സൊസൈറ്റികൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അവര് കാണുന്നതായിട്ടുള്ള ഒബ്ജക്ഷൻസ് എന്താണോ അത് ഇൻ റൈറ്റിംഗില് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരാഴ്ചക്കുള്ളിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രാർ നിർബന്ധപൂർവ്വം അമാൽഗമേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കമ്മിറ്റികൾക്കോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ സ്വീകാര്യമല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവർ അമാൽഗമേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിനെ എതിർക്കുന്നത് എങ്കിൽ ആ കാരണം കൃത്യമായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഒരാഴ്ചക്കുള്ളിൽ എഴുതി അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അങ്ങനെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന ലെറ്ററിൽ ഏതെങ്കിലും വിധത്തിലുള്ള റീസൺസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് അയാൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡർ ക്യാൻസൽ ചെയ്യാം. അതല്ല വെറുതെ എതിർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് അയാൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡറുമായിട്ട് മുന്നോട്ട് പോവാം. ഇനി പറഞ്ഞ സമയത്തിനുള്ളിൽ കമ്മിറ്റി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ രജിസ്ട്രാർ ക്യാൻ ഫയൽ എ പെറ്റീഷൻ ടു ദ ഹയർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർ ടു ദ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓർ ടു ദ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അവർ നടപ്പാക്കിയിട്ടില്ല എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രജിസ്ട്രാറിന്റെ മുകളിലുള്ള വേറെ രജിസ്ട്രാർ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ
ദിവസം പറഞ്ഞ അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. അപ്പൊ ഒരു രജിസ്ട്രാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ രജിസ്ട്രാർ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ പിന്നെ ആർബിട്രേഷൻ കോർട്ടിലോ അതല്ലെങ്കിൽ ട്രിബ്യൂണലിലോ മാത്രമേ പോകാൻ പറ്റൂ. അദ്ദേഹത്തിന് മുകളിൽ വേറെ രജിസ്ട്രാർ ഇല്ല. പക്ഷെ അസിസ്റ്റന്റ് രജിസ്ട്രാർ എടുത്ത തീരുമാനങ്ങൾക്കാണെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ അപ്രോച്ച് ചെയ്യാം, ജോയിന്റ് രജിസ്ട്രാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കാണെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറെ അപ്രോച്ച് ചെയ്യാം, ഡെപ്യൂട്ടി രജിസ്ട്രാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കാണെങ്കിൽ അഡീഷണൽ രജിസ്ട്രാർ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഏത് രജിസ്ട്രാർ ആണോ ഒരു തീരുമാനം എടുത്തത് അതിന്റെ മുകളിൽ രജിസ്ട്രാർ ഉണ്ടെങ്കിൽ രജിസ്ട്രാർ, അതല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിനെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്താൽ 60 ദിവസത്തിനുള്ളിൽ യുക്തമായിട്ടുള്ള തീരുമാനം ഈ പറയുന്ന കോമ്പീറ്റന്റ് അതോറിറ്റി എടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അതാണ് കമ്പൽസറി അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പക്ഷെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ സെക്ഷനെതിരാണ്. കാരണം സെക്ഷനെതിരാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടറിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വമേധയാ തീരുമാനിച്ചിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ and that is why the decision is to be taken by the general body of the cooperative society. സംഘം പ്രവർത്തിക്കുമ്പോൾ അതിന് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയാണ്. പക്ഷെ ഇവിടെ തീരുമാനിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ രജിസ്ട്രാർക്ക് ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികളോട് ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അയാളുടെ പവർ ഉപയോഗിച്ചിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ അമാൽഗമേറ്റ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒക്കെ ഉള്ള തീരുമാനം എടുക്കാം. അപ്പൊ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്ന കമ്പൽസറി അമാൽഗമേഷൻ എന്ന് വിമർശകരായിട്ടുള്ള ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടർ അനുസരിച്ച് അവിടുത്തെ ഡിസിഷൻസ് എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബോഡി എന്ന് പറയുന്നതാണ് ജനറൽ ബോഡി. ആ ജനറൽ ബോഡി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇല്ലാതാകുന്നു എന്നൊരു ആർഗ്യുമെന്റും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഇപ്പോഴും സെക്ഷൻ 14 സബ്സെക്ഷൻ 8 and 6 and 7 ആൻഡ് റൂൾ 14 അനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് സെക്ഷൻ 14. രണ്ട് പ്രൊവിഷൻ പറഞ്ഞു: യുനാനിമസ് അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ, കമ്പൽസറി അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. രണ്ട് കേസിലാണെങ്കിലും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിംഗ് ബാങ്കിനോടും കൺസൾട്ട് ചെയ്തിട്ട് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കമ്പൽസറിയുടെ കേസിലാണെങ്കിലും രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വിവരം മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഇൻഫോം ചെയ്യണം. 2 മാസത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഷെയർ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. 2 മാസം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവര് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രപ്പോസലിനെ അംഗീകരിച്ചതായിട്ട് കണക്കാക്കും. ഇനി നെക്സ്റ്റ് സെക്ഷൻ 15, ക്യാൻസലേഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറയുന്നത്. അമാൽഗമേഷൻ, ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫറിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രൊവിഷൻ വരുമ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള രജിസ്ട്രാറുടെ അധികാരമാണ് സെക്ഷൻ 15 പറയുന്നത്. നമുക്കറിയാം, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റീസ് പൂർണ്ണമായിട്ട് മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫറർ സൊസൈറ്റി എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് ഏത് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റീസും മെമ്പേഴ്സും ഒക്കെ പൂർണ്ണമായിട്ട് ബി എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ എ എന്ന് പറയുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ നിലനിൽക്കുന്നില്ല. അപ്പൊ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എ ക്യാൻ ബി ക്യാൻസൽഡ്. അപ്പൊ ഒരു സൊസൈറ്റി അതിന്റെ അസറ്റ് ലയബിലിറ്റീസും മെമ്പേഴ്സും
മെമ്പേഴ്സും ഒക്കെ കൂടി വേറൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രജിസ്ട്രാർക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. ഇനി അതേപോലെ ഡിവൈഡ് ചെയ്യും. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്കിയാൽ ഈ 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും വേറെ വേറെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ 3 സൊസൈറ്റി ആയിട്ട് അത് വേറെ വേറെ ഫംഗ്ഷൻ ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ദ രജിസ്ട്രേഷൻ ഓഫ് ദാറ്റ് ഓൾഡ് സൊസൈറ്റി സ്റ്റാൻഡ് ക്യാൻസൽഡ്. ഒരു സൊസൈറ്റിയാണ് ഡിവൈഡ് ചെയ്തിട്ട് 2-3 സൊസൈറ്റി ആക്കുന്നത്. അപ്പൊ ഈ 3 സൊസൈറ്റിക്കും വേറെ വേറെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ക്യാൻസൽഡ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കൂടിയിട്ട് ഒരു പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നു. അമാൽഗമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ എന്തായി? 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പുതിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതോടുകൂടി പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ പുതിയ സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ലയിക്കപ്പെട്ടിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. അതാണ് സെക്ഷൻ 15 പറയുന്നത്. ട്രാൻസ്ഫറർ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് 3 സൊസൈറ്റി ആക്കിയാൽ ഏത് സൊസൈറ്റിയാണോ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 2-3 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ലയിച്ചിട്ട് പുതിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നതോടുകൂടി പുതിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 15 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഫങ്ഷൻസ് ഓഫ് ദി രജിസ്ട്രാർ ഇൻ കണക്ഷൻ വിത്ത് ദ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നതാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർക്കാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്. അപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്യേണ്ടുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ കർത്തവ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് before registering a cooperative society, the registrar should see that the cooperative society is provided with an application according to the provisions included in the act and rules. നേരത്തെ നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻ കൊടുക്കണം, അതിന്റെ കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റാർട്ടിംഗ് വിത്ത് ആപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഫോം 3 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ആപ്ലിക്കേഷൻ വേണം എന്ന് പറഞ്ഞു. ആ പ്രിസ്ക്രൈബ്ഡ് ഫോം എന്ന് പറയുന്നതാണ് ഫോം 3 എന്ന് പറയുന്നത്. ആ ഫോം 3യിലുള്ള ആപ്ലിക്കേഷൻ ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി ദ ഒബ്ജക്ട് വിൽ ബി അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സെക്ഷൻ 4 നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ ഓഫ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പൊ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും സഹകരണ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് തേർഡില് ചെക്ക് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അതേ വിധത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലേക്ക് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രപ്പോസ്ഡ് ബൈലോ ഈസ് നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഡോക്യുമെന്റ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്നത്. വൺ ഈസ് ആക്ട്, സെക്കൻഡ് ഈസ് റൂൾ ആൻഡ് ദ തേർഡ് വൺ ഈസ് ബൈലോ. ബൈലോ ആണ് ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഹാൻഡി ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളിന് കോൺട്രറി അല്ല അല്ലെങ്കിൽ വിരുദ്ധമല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ്
It should have to provide a certificate that it is having the possibility to undertake the sound business activities after obtaining the registration. നമ്മൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറഞ്ഞതാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ അതിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്ന ഒരു സ്കീം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ബ്രീഫായിട്ട് പറഞ്ഞാൽ ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ കോപ്പി നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദാറ്റ് at the time of obtaining the bylaw of the cooperative society, the registrar should make sure that it is prepared according to law, and if there is the necessity of any changes, it should be undertaken by the registrar before providing registration to the cooperative society. നമ്മൾ പറഞ്ഞു രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോഡൽ ബൈലോ ഉണ്ട്. ആ മോഡൽ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ള ബൈലോ അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊമോട്ടിംഗ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പ്രിപ്പയർ ചെയ്താലും സഹകരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരും. അത് നോക്കാതെ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിയമപ്രകാരമല്ല എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അപ്പൊ ആക്ഷൻ എടുക്കാൻ കഴിയണമെങ്കിൽ ബൈലോ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബൈലോയില് ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും വിധത്തിലുള്ള ആക്ടിനും റൂളിനും വിരുദ്ധമായിട്ടുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവശ്യപ്പെടണം. അതിനുശേഷം മാത്രമേ ബൈലോ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഒബ്ജക്റ്റ് ആക്ട് അനുസരിച്ചാണോ എന്ന് ചെക്ക് ചെയ്യണം. ഏരിയ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള പരിധിക്കുള്ളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൗണ്ട് ബിസിനസ് നടത്താനായിട്ട് ഉതകുന്നതാണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ബൈലോയിൽ യാതൊരു വിധത്തിലുള്ള അപാകതകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപാകതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം പുതുതായിട്ട് പ്രിന്റ് ചെയ്യുന്ന ബൈലോയുടെ കോപ്പി അനുസരിച്ചായിരിക്കണം രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടുന്നത്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ബാക്കി നോക്കാം. താങ്ക് യു.